ക്വീൻസ്ലാൻഡിൽ സിംഗപ്പൂരിൻ്റെ വലിപ്പമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും 7500 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതുമായ ഒരു വലിയ എണ്ണവാതക അന്വേഷണ മേഖല തുറന്നതായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ടാരും ടെറഫ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ പ്രധാന എണ്ണ കണ്ടെത്തലിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ബ്രിസ്ബെയിനിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ മേഖല വലിയ സാധ്യതകളാണ് തുറന്നുവിടുന്നത്. ക്വീൻസ്ലാൻഡ് റിസോഴ്സ് മന്ത്രി സ്കോട്ട് സ്റ്റുവർട്ട് അഭിപ്രായപ്പെട്ടത് ഈ അന്വേഷണ മേഖല സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഊർജ്ജ വിതരണം ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ വിലകളിൽ കുറവ് വരുത്തുന്നതിനും നിർണായകമാകുമെന്നാണ്. കഴിഞ്ഞ വർഷം ടെൻഡറിന് തുറന്നുവിട്ട വിശാലമായ അന്വേഷണ പാക്കേജിൻ്റെ ഭാഗമായാണ് ഈ പ്രദേശം അനുവദിച്ചിരിക്കുന്നത്. എണ്ണയും പ്രകൃതിവാതകവും അന്വേഷിക്കാനുള്ള അവകാശം തിരഞ്ഞെടുത്ത ചില കമ്പനികൾക്കാണ് നൽകിയിട്ടുള്ളത്. ടാരും ടെറഫിൽ വാതക സ്രോതസ്സുകൾ കണ്ടെത്തുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ മാർക്കറ്റ് സപ്ലൈ കണ്ടീഷൻ പ്രകാരം ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും മുൻഗണന നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. എണ്ണവാതക നിർമ്മാതാക്കളെ പ്രതിനിധീകരിക്കുന്ന ഓസ്ട്രേലിയൻ എനർജി പ്രൊഡ്യൂസേഴ്സ് സംഘടനയുടെ അഭിപ്രായത്തിൽ 1970കളിന് ശേഷമുള്ള രാജ്യത്തിൻ്റെ ആദ്യത്തെ വലിയ പുതിയ എണ്ണ മേഖലയായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബേസിനുകൾ തുറക്കുന്നത് പ്രാദേശിക തൊഴിലവസരങ്ങൾക്കും ഭാവിയിലെ ഊർജ്ജ സംരക്ഷയ്ക്കും സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി റൊയാനിൻ ജോൺസൺ.